അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തമ്പനയിൽ ഇന്നലെ കേരള നുണയൻ മുന്നണിക്കാരുടെ ദുർമന്ത്രവാദി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. KNM പള്ളിയിൽ ദുർമന്ത്രവാദിയുടെ ഖുതുബയും MT വിഷം ആരിഫിൻ്റെ തെറ്റിദ്ധരിപ്പിക്കലുകളും എന്നാണ് അതിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ തന്നെ വിരുദ്ധമായ വൈരുദ്ധ്യം നിറഞ്ഞ വാക്കുകൾ കോർത്തിണക്കി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ എനിക്ക് കൃത്യമായി ഇദ്ദേഹം ഇപ്പോൾ പറയുന്ന കളവും മുമ്പ് പറഞ്ഞതും ഇതെല്ലാം ഒന്നുകൂടെ വിശദീകരിച്ച് പറയാൻ മാത്രമുള്ള വകുപ്പില്ലാതെ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതിനെ വിരളി പിടിച്ചിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഇദ്ദേഹം ഇപ്പോഴും ഇദ്ദേഹത്തിന് യാതൊരു മനസ്താപവും ഇല്ല. ഇതുപോലുള്ള കളവുകളും ചതിയും വഞ്ചനയും ദുരാരോപണങ്ങളും ഉന്നയിക്കാൻ ഇദ്ദേഹത്തിനൊരു മടിയുമില്ല. നിസ്സാരനായ എൻ്റെ പേരിൽ പോലും ഇത്രമാത്രം കളവുകൾ പറയണമെങ്കിൽ ഇദ്ദേഹം മറ്റുള്ളവരുടെ പേരിൽ എത്രമാത്രം കളവ് പറയുമെന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടവസാനിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇവിടെ ഈ വീഡിയോയിൽ അദ്ദേഹം എഴുതി വെച്ചത് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. അത് ഞാൻ എൻലാർജ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് വായിച്ചു തരാം. ഈ പറയുന്ന ദുർമന്ത്രവാദി ഇറക്കിയ വീഡിയോയുടെ പോസ്റ്റിൽ എഴുതി പിടിപ്പിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുന്നത്. നുണ പൊളിയുന്നു, MT വിഷം ആരിഫ് തന്നെ എൻ്റെ വാട്സപ്പിലേക്ക് വിട്ട വോയിസ് ഇതാ കേട്ടോളൂ. KNMകാർ സാജിദിൻ്റെ അടുത്തേക്ക് ചികിത്സിക്കാൻ വന്നിട്ടില്ല. എങ്ങനെയുണ്ട് വിസ്റ്റംകാരെ എന്നാണ് ഈ ദുർമന്ത്രവാദിയായ സാജിദ് ചോദിക്കുന്നത്. സഹോദരന്മാരെ, ഈ ദുർമന്ത്രവാദി നുണയനാണ്, ഇദ്ദേഹം ദുർമന്ത്രവാദിയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് യാതൊരു മനസ്താപവും പശ്ചാത്താപവും തോന്നിയിട്ടില്ല. ഇദ്ദേഹം പരലോകത്ത് വിശ്വസിക്കുന്നില്ല. കാരണം അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധ്യമുള്ള ഒരാളുടെ പ്രവർത്തനമല്ല ഇത്. കാരണം ഞാൻ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ ഇദ്ദേഹം നുണയനാണെന്നും ഇദ്ദേഹം ദുർമന്ത്രവാദിയാണെന്നും അദ്ദേഹത്തിന് യാതൊരു മനസ്താപവും ഇല്ല എന്നുമൊക്കെ എനിക്ക് ബോധ്യപ്പെടാൻ, എനിക്ക് പറയാൻ ഇത് തന്നെ ധാരാളം മതി. കാരണം അദ്ദേഹത്തിന് പരലോകത്തെക്കുറിച്ചൊരു ബോധമോ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നോ ഈ പറയുന്ന വിഷയങ്ങളിൽ 100% സത്യസന്ധത പുലർത്തണമെന്നോ എന്ന ഒരു ബോധ്യവും ഈ ചങ്ങാതിക്കില്ല. ഇവൻ പരസ്പരം വൈരുദ്ധ്യങ്ങളും കളവുകളും പറഞ്ഞ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം, ആ ആദർശത്തിനെതിരിൽ ഇപ്പോൾ KNMനോടൊപ്പം കൈകോർത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തനതായ ആദർശത്തിനെതിരിൽ രംഗപ്രവേശനം ചെയ്ത് ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിനെതിരിലും ആ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർക്കെതിരിലും ഇവൻ അഴിച്ചുവിടുന്ന നുണ, ഇത് കുപ്രചരണങ്ങൾ, അത് ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ ഇതിലേറെ മറ്റെന്ത് വേണം സഹോദരന്മാരെ? ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ അദ്ദേഹത്തിന് അയച്ചിട്ടേയില്ല. ഇത് പച്ചക്കളവാണ്. മാത്രവുമല്ല, ഇനി നിങ്ങൾ കാണുക, അദ്ദേഹം എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് എൻ്റേതല്ലാത്തൊരു വോയിസ്, ഞാൻ അയച്ചിട്ടില്ലാത്തൊരു വോയിസ്, ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പോസ്റ്ററിൽ എഴുതി വച്ചിരിക്കുന്നു. എന്നിട്ടത് വീഡിയോ ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഇവൻക്ക് എന്ത് നസീഹത്താണ്? ഇവൻ എന്ത് സത്യസന്ധതയാണ്? ഇവന് പരലോക ബോധമുണ്ടോ? ഇവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധമുണ്ടോ സഹോദരന്മാരെ? അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ കൃത്യമായി നിങ്ങളെല്ലാവർക്കും ബോധ്യപ്പെടാൻ, എൻ്റെ വോയിസ് ആണെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു കണ്ണൂരുകാരൻ്റെ വടക്കൻ ജില്ലയിലുള്ള ഒരാളുടെ വോയിസ് കേൾപ്പിച്ചിട്ട് ഇത് MT വിഷൻ ആരിഫ് അദ്ദേഹത്തിൻ്റെ വോയിസിലേക്ക് അയച്ചതാണെന്ന് അദ്ദേഹം പറയുമ്പോൾ, സഹോദരന്മാരെ, ഇവനൊക്കെ നാളെ മരിക്കണമെന്നും ആ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധവും ഈ ദുർമന്ത്രവാദിക്കുണ്ടോ സഹോദരന്മാരെ? തൻ്റെ എതിരാളിയെ എന്ത് കളവും പറഞ്ഞ് പരാജയപ്പെടുത്തുക എന്ന ഗൈബൽസിയൻ തന്ത്രം, അതാണ് ഇവൻ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും യാതൊരു നസീഹത്തോ ഗുണകാംക്ഷയോ ഇല്ല. ഇവൻ ഈ പറയുന്ന വീഡിയോയിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇവൻ ഇതാ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അതും വായിച്ചു തരാം. കണ്ടോളൂ സഹോദരന്മാരെ, ഈ ദുർമന്ത്രവാദി എഴുതി വച്ചിരിക്കുന്ന പച്ചക്കളവ്. എന്താ ഇദ്ദേഹം പറയുന്നത്? നുണ പൊളിയുന്നു, MT വിഷം ആരിഫ് തന്നെ എൻ്റെ വാട്സപ്പിലേക്ക് വിട്ട വോയിസ് ഇതാ കേട്ടോളൂ. നഊദുബില്ലാ. KNMകാർ സാജിദിൻ്റെ അടുത്തേക്ക് ചികിത്സിക്കാൻ വന്നിട്ടില്ല. എങ്ങനെയുണ്ട് ഇഷ്ടംകാരെ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ ഒരു വോയിസ് സാജിദിന് അയച്ചിട്ടുണ്ടോ? ഇല്ല. ഇദ്ദേഹം പറയുന്നത് കളവല്ലേ? തീർച്ചയായും കളവാണ്. ഈ കളവാണ് എന്നത് ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെൻ്റെ വോയിസ് ആണോ. ഞാൻ ഈ പറയുന്ന ഈ വോയിസും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന വോയിസും തമ്മിൽ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെൻ്റെ വോയിസ് അല്ല. ഇത് ഈ ഒരു വകതിരിവ് പോലും നഷ്ടപ്പെട്ട് കളവും ചതിയും വിദ്വേഷവും മനസ്സിനകത്ത് കുടിപ്പകയും ഉള്ളതുകൊണ്ട് ഒന്ന് ചിന്തിക്കാനോ ഒന്ന് ആലോചിക്കാനോ ഉള്ള ഒരു സാവകാശം ഈ ദുർമന്ത്രവാദിക്കില്ല. അത്
കേട്ടത് പാതി കേൾക്കാത്തത് പാതി അതങ്ങ് പ്രചരിപ്പിക്കാൻ കേരള നുണയൻ മുന്നണിക്കാരും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ഏതെങ്കിലും നിഷ്പക്ഷമായി കാര്യങ്ങൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണമെന്ന ആളുകൾക്ക് ബോധ്യപ്പെടാൻ ഇതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാർക്കെതിരിൽ ഇവൻ കൊണ്ടു നടക്കുന്ന വോയിസ് ക്ലിപ്പുകളാകട്ടെ, അതേപോലെ ഈ വിനീതൻ്റെ പേരിൽ പറയുന്ന കളവുകളും അങ്ങനെ തന്നെ. നിരവധി അനവധി കളവുകൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കളവുകൾ എൻ്റെ പേരിൽ ഇവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനൊരു ട്രാവൽസ് നടത്തിയെന്നും അങ്ങനെ ആ ട്രാവൽസിലൂടെ ആളുകളിൽ നിന്ന് പണം തട്ടിയെന്നും എന്നിത്യാദി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പച്ചക്കളവുകൾ, ഒരു കാഹിനെ പോലെ ജ്യോത്സ്യനെ പോലെ ഒരുപാട് കളവുകളും കെട്ടിച്ചമച്ച് പറയുന്ന ഈ ജ്യോത്സ്യനെ, ഈ ദുർമന്ത്രവാദിയെ നമ്മൾ പിന്നെ എന്താണ് സഹോദരന്മാരെ പറയേണ്ടത്? അങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരുത്തനെ ട്രാവൽസിലൂടെ അയക്കുകയോ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു രൂപയെങ്കിലും ഒരു ഹലാലെങ്കിലും ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഞാൻ കൈപ്പറ്റുകയോ ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും ഈ ദുർമന്ത്രവാദി യാതൊരു തത്വദീക്ഷതയുമില്ലാതെ സത്യസന്ധതയുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ദുഷ്പ്രചരണങ്ങൾ മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരിലും അതുപോലെ തന്നെ പ്രവർത്തകന്മാർക്കെതിരിലും അഴിച്ചുവിട്ട് ഈ സമൂഹത്തിൽ ഛിദ്രതയും ഭിന്നതയും വളർത്താനും അതുപോലെ ഇവൻ്റെ കുട്ടിപ്പക തീർക്കാനുമുള്ള വിരോധത്തിൻ്റെ വർത്തമാനങ്ങളാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പരലോകബോധമോ അള്ളാഹുവിന് ഭയമോ ഈ ചങ്ങാതിക്കില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഇദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. സഹോദരന്മാരെ, ഇതുപോലെ ഒരു ഹക്കും ഒരു യാതൊരു നസീഹത്തും ഇദ്ദേഹത്തിന് തൊട്ട് തീണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് KNMകാർ ഇവനെ തലയിലേറ്റി കൊണ്ടു നടക്കുന്നത്. കേരള നുണയൻ മുന്നണിക്കാർക്ക് ഒത്ത ഒരു ദുർമന്ത്രവാദിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ കളവും ചതിയും വഞ്ചനയും നിങ്ങൾ തിരിച്ചറിയുകയും ഈ ചങ്ങാതി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാർക്കെതിരിലും പ്രബോധകന്മാർക്കെതിരിലും അഴിച്ചുവിടുന്ന നുണപ്രചരണങ്ങളെ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യണം. ഇത് നിങ്ങൾ കേൾക്കുക, ഈ വോയിസ്. അദ്ദേഹം പറഞ്ഞ KNMമാർ ഇപ്പോഴും അവകാശപ്പെടുന്നതും പറയുന്നതും അവർ വോയിസ് അയക്കുന്നതും എഴുത്തും കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും സാജിദ് ഇരങ്ങാടിൻ്റെ അടുത്ത് KNMൻ്റെ ഒരു പ്രവർത്തകനും പോവില്ല, ഒരാളും പോവില്ല. കാരണം അദ്ദേഹം എന്താ പറയുക, അവരെന്നെ കൂടുതൽ പറഞ്ഞ കശ്ഫും കാര്യങ്ങൾ. ഇതാണത്രേ എൻ്റെ വോയിസ്, MT വിഷൻ ആരിഫിൻ്റെ വോയിസ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത വോയിസാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞില്ലേ, എന്തുമാത്രം വലിയ കള്ളത്തരമാണ്, കളവാണ് ഈ തലപ്പാവും താടിയും വെച്ച് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇത് തന്നെ ധാരാളം മതിയല്ലോ. ഇത് വോയിസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടരാം. KNMൻ്റെ ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കുത്തുവ പറയുന്ന ഒരാളൊക്കെ ഇങ്ങടുത്ത് വരിക എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. ഇപ്പോഴൊക്കെ കശ്ഫിൻ്റെ ഇതൊന്നും ഞാനിങ്ങനെ കേട്ടിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് നിങ്ങളൊരു കശ്ഫിൻ്റെ ഒരു വിഷയം അന്നേ നിങ്ങളെ ഞാൻ വിളിക്കുകയും ചെയ്തിരുന്നു തോന്നുന്നു. ഇങ്ങനെ കശ്ഫായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതൊന്നും ഇസ്ലാമിക അല്ല എന്നും പറഞ്ഞൊരു സംഗതി. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ സഹോദരന്മാരെ, ഇതാണത്രേ MT വിഷൻ ആരിഫിൻ്റെ വോയിസ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്നലെ കേരള നുണയൻ മുന്നണിക്കാരുടെ ദുർമന്ത്രവാദി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണിത്. അതുകൊണ്ട് നിങ്ങൾ അറിയുക സഹോദരന്മാരെ, ഇതുപോലുള്ള കൊലച്ചതി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ ഉള്ള കാലത്ത് ഇദ്ദേഹം ചെയ്തിരുന്നോ? ആർക്കെങ്കിലും എതിരിൽ ചെയ്തിരുന്നോ? ഏതെങ്കിലും ഒരു എതിരാളിയുടെ പേരിൽ ഇങ്ങനെ സത്യസന്ധമല്ലാത്ത എന്തെങ്കിലും ഒരു ആരോപണം ഇദ്ദേഹം ഉന്നയിച്ചിരുന്നോ? കാണിക്കാൻ കഴിയില്ല. എന്നാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിന്നും പുറത്തുപോയി തൻ്റേതായ ഗവേഷണത്തിലൂടെ എത്തിപ്പെട്ട ദുർമന്ത്രവാദ പ്രവർത്തനങ്ങൾ, റുക്കിയ, ഷിർക്കിയ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് വലിയ പങ്കുണ്ടെന്നത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരെ ഇദ്ദേഹം തിരിയുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ കോർത്തിണക്കി വീഡിയോ ആക്കി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ നമുക്കെതിരിൽ ഒന്നും ആരോപിക്കാൻ കിട്ടാത്തത് കൊണ്ട് കിട്ടിയതെടുത്തെറിയുകയാണ്. ഈ കട്ടകൾ ഇതുപോലെ പൊട്ടി തകർന്ന് തരിപ്പണമാകുമെന്ന യാഥാർത്ഥ്യം പോലും തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെട്ട ഈ ദുർമന്ത്രവാദി കാട്ടിക്കൂട്ടുന്ന കളവ്, ചതി, വഞ്ചന സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ പറയുന്ന ദുർമന്ത്രവാദിയെ പേറി നടക്കുന്നവനും അധികം വൈകാതെ നാറും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. ഈ ഹക്കായി മനസ്സിലാക്കാനും സത്യം സത്യം പോലെ പ്രബോധനം ചെയ്യാനും നമുക്ക് സർവശക്തൻ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലുള്ള ദുർമന്ത്രവാദികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ഇനി ഈ പറയുന്ന ദുർമന്ത്രവാദിയുടെ ഒരു വോയിസ് കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഈ പറയുന്ന കാര്യം സത്യസന്ധമല്ലെങ്കിൽ, ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ശാപപ്രാർത്ഥന നടത്താറുണ്ട്. ഈ ശാപപ്രാർത്ഥന സ്വന്തം നഫ്സിനെതിരിൽ ഇതുപോലെ പ്രാർത്ഥിക്കുക എന്നത് ഏത് മൻഹജാണ് എന്നത് നിങ്ങൾ പണ്ഡിതന്മാരുമായി അന്വേഷിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക.
അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം ജാഹിലുകളുടെ, ഇത്തരം വിവരദോഷികളുടെ ഷർറിൽ നിന്ന് നമ്മളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ നമ്മുടെ ഈ ദീനീ പ്രബോധന രംഗത്ത് സത്യസന്ധത നിലനിർത്തി മുന്നോട്ട് പോകാൻ സർവശക്തൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നീ സാക്ഷിയാ, ഇനി ഇത് കളവാണ്, ഞാൻ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ എൻ്റെ ഇരു കണ്ണുകളുടെ കാഴ്ചകൾ നീ നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹു നീ സാക്ഷിയാ, ഇനി ഇത് കളവാണ്, ഞാൻ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ എൻ്റെ ഇരു കണ്ണുകളുടെ കാഴ്ചകൾ നീ നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹു നീ സാക്ഷിയാ, ഇനി ഇത് കളവാണ്, ഞാൻ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ എൻ്റെ ഇരു കണ്ണുകളുടെ കാഴ്ചകൾ നീ നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു.